ഭയങ്കരമായ കാറ്റും ഭയങ്കര ചെയ്തോണ്ട് ഇതാണ് കേട്ടോ വാങ്ങിയേക്കണത്. ഞാൻ പിന്നെ തൊഴുത് രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് പോയിട്ട്. ഇവിടെ പണി നടക്കണേണെന്നാ പറയണത്. ഭയങ്കര മഴ കേട്ടാ. പിന്നെ സത്യം ഇതുണ്ട് ഇതുണ്ട് ഇഷ്ടം പോലെ കളറുണ്ട്. ഇന്ന് റെയിൻകോട്ടിന്റെ കളക്ഷൻ നോക്കാം. ഹലോ, രാവിലെ എഴുന്നേറ്റിട്ട് നോക്കണ കാഴ്ച കേട്ടോ. ഇന്നലെയൊക്കെ രാത്രി ഭയങ്കര മഴയായിരുന്നു. രാവിലെ ഒന്നും മഴ പെയ്ത് തോർന്നിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര തുമ്പലുമാണ് കേട്ടോ. അതാണ് സൗണ്ട് മാറിയിരിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് കാറ് കയറില്ല. കാറ് കയറുന്ന വഴിയല്ല നമ്മുടെ വീട്. അപ്പം വല്യമ്മയുടെ ഈ വീട്ടിലാണ് കേട്ടോ നമ്മൾ വണ്ടി ഇടാറ്. എന്നിട്ടാണ് നമ്മൾ പോവാറ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു യാത്ര പോവാൻ വേണ്ടി പോവാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ. മൂകാംബിക അമ്പലത്തിൽ പറവൂര്. അപ്പൊ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു കേട്ടോ ഇന്നലെയും. പിന്നെ രാവിലെയൊക്കെ പൊടിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു മഴക്കാലം പോലെ തന്നെ ഉണ്ട്. അപ്പൊ ലച്ചു ബാക്കിൽ ഇരിക്കുന്നുണ്ട്. തണുത്ത് വിറച്ചിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ കയറി ലച്ചുവിന് ക്രീം ബണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സേതു ബണ്ണ് ഒരെണ്ണം വാങ്ങി. എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. തൊഴുത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ മതി. ഒരു 7 മണിയായപ്പോഴത്തേക്ക് ഇറങ്ങി. കാരണം പിന്നെയും നമുക്ക് തിരക്ക് കൂടണം, മുന്നേ തിരിച്ചു വരണം കേട്ടോ. അപ്പം എല്ലാ കൊല്ലവും സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിൽ പോവാറുണ്ട് കേട്ടോ. ലച്ചുവിന് അവിടെയാണ് ഇരുത്തിയതൊക്കെ. അന്ന് തൊട്ട് പിന്നെ എല്ലാ കൊല്ലവും ഈ സമയമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പോവാറുണ്ട്. അപ്പം ഇങ്ങനെ ക്ഷേത്രത്തിൽ പോണ കാര്യം പറയുമ്പോഴത്തേക്ക് 2 കൊല്ലം മുന്നേ ഞാൻ ഇതുപോലെ അമ്പലത്തിൽ ചെന്നപ്പോൾ പ്രാർത്ഥിക്കണതിൻ്റെ ഇടയിൽ എൻ്റെ കാലിൻ്റെ വിരൽ ആ ഒരു സ്റ്റെപ്പിൻ്റെ ഇടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ അവിടുത്തെ ശാന്തിമാരും ആൾക്കാരൊക്കെ കൂടി വന്ന് അതൊക്കെ തിക്കി എൻ്റെ വിരലെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒന്നും ഭാഗ്യത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ സമയം അന്ന് വിചാരിച്ച എൻ്റെ കാല് മുറിഞ്ഞിട്ടുണ്ടാവും, അതായത് വിരൽ മുറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ എനിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം എനിക്ക് എപ്പോഴും ക്ഷേത്രത്തിൽ പോണ കാര്യം പറയുമ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ഇങ്ങനെ മനസ്സിൽ കുടുങ്ങും കേട്ടോ. അതെന്തോ ഞാൻ ശ്രദ്ധിക്കാതെ എന്തോ ചെയ്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ അതാണ് എനിക്ക് എപ്പോഴും മൂകാംബിക ക്ഷേത്രം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം. കാണിച്ചു തരാന്ന് പറഞ്ഞ് ഹംഗ്രി മൃണാൾ എന്നാണ് അത്ര പേര്. പക്ഷെ സ്ഥലം മറന്നുപോയി തോന്നണം. ഇന്നലെ പോയി വന്ന ആളാട്ടാ. തിരിച്ചു വരുമ്പോ നമുക്കൊന്നും കൂടെ നോക്കാം അല്ലേ തൊട്ടാ. കഴിഞ്ഞ ദിവസം സേതുണ്ടും ഫ്രണ്ട്സും പോയിട്ട് ഹംഗ്രി മൃണാൾ എന്നുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു ദിവസം പോകാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ പണി നടക്കണേണെന്നാ പറയണത്. റോഡ് പണി അപ്പുറത്തെ ഭാഗം നന്നായിട്ടായിട്ടുണ്ട് അല്ലേ. ഇവിടെ ഫുള്ള് കുണ്ടുകുഴിയാണ് കേട്ടോ. മോശപ്പെട്ട റോഡാണ് ഈ. ബാക്കി ഇനി അടുത്ത കൊല്ലം വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അടിപൊളിയായിട്ടുണ്ടാവും അല്ലേ ചേട്ടാ. അങ്ങനെ നമ്മൾ തിരക്കും അധികം ബ്ലോക്ക് ഒന്നും കിട്ടാതെ മഴയൊന്നും കിട്ടാതെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്പലത്തിന്റെ അകത്തായതുകൊണ്ട് അധികം വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാവരും നല്ല പ്രാർത്ഥനയിലായി. ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ അപ്പുറം ഇപ്പുറം നിറച്ച അമ്പലമായിരിക്കും കേട്ടോ. കഴിഞ്ഞ കൊല്ലമൊന്നും വന്നിട്ട് ആകെ 1 or 2 ഒക്കെ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ കൊല്ലം വലിയ മഴയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇപ്രാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ തന്നെ. അപ്പൊ എന്താ പറയാ, പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ ഓടിപ്പോയി കുടയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല സമാധാനത്തോടുകൂടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി. അമ്പലത്തിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ഇനി ഈ പ്രാവശ്യം അങ്ങോട്ട് പോകണ്ട, മീനിൻ്റെ അടുത്തേക്കൊന്നും പോകണ്ട. അതെല്ലാ കൊല്ലം വന്ന അധിക സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാറ്. അപ്പം ലച്ചുവിന് മഴയൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മീനിന് തീറ്റയൊക്കെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം നമ്മളിവിടെ അങ്ങനെ നിൽക്കും കേട്ടോ. മഴ പോയി മീനുള്ള സ്ഥലത്തേക്ക് നോക്കിയായിരുന്നു. കൈ വെച്ച് കൊടുത്തിട്ട്
വെള്ളം പിന്നെ സത്യം പിന്നെ വീണ്ടും മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് അപ്പം പിന്നെ നമ്മൾ അവിടെ നിന്നില്ല, നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. ഭയങ്കര മഴ ഇതുണ്ട്, ഭയങ്കര ബ്ലോക്ക് ആണ് കേട്ടോ മഴ കാരണം. ഞാൻ മല്ലേ പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും മഴ കൂടി തുടങ്ങി. ആർക്കൊക്കെയാണ് മഴ ഇഷ്ടം? എനിക്ക് മഴ ഇഷ്ടമാണെങ്കിലും ചില സമയത്ത് മഴ ഇഷ്ടമല്ല കേട്ടോ. ഭയങ്കര ബ്ലോക്കായി. മഴയില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോവായിരുന്നു അല്ലേ ഇതേട്ടാ? ഇത് നല്ല പൂവൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഭയങ്കര മഴ. നമ്മുടെ വീടിന്റെ അവിടെ ഉണ്ടാന്നറിയില്ല കേട്ടോ ഇത്രയും മഴ. പിന്നെ ഇപ്പൊ ഓഫീസിലൊക്കെ പോണ സമയമൊക്കെ ആയിട്ടുണ്ടാവൂലോ, അതായിരിക്കും റോഡ് ഇത്ര ബ്ലോക്കും തിരക്കും. ഭയങ്കര തിരക്കാട്ടാ. അതിന്റെ ഇടയ്ക്ക് ചെയ്തന്റെ AC കൂടി ആവുമ്പോ നല്ല തണുപ്പാ. എന്താണ് ചിരിക്കണത്? റിയലിന്റെ കോട്ടാണ്, അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഏത്? ബാക്കിലിരിക്കണത് അത് പക്ഷെ പഴയ കോട്ട, ഈ വർഷത്തെ അല്ല. ഞാനിപ്പോ മേടിച്ചത് 100 രൂപയുടെ കോട്ട. ചെയ്തന്റെ കോട്ട് നല്ല 100 രൂപയുടെ കോട്ട് ഇങ്ങനത്തെ കോട്ടാണെങ്കിൽ അല്ല, വേറൊരു മോഡല. ഈ ഒരു കളർ നോക്കി. അച്ഛന് ഏത് കളറാ ഇഷ്ടപ്പെട്ടത്? ഓ മൈ ഗോഡ്. കഴിഞ്ഞിട്ടുണ്ടെങ്കില് കരഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം ഇല്ല. എന്ത് പറയണ ഇതോട്ടാ? അവള് പറയണ ലച്ചുന് വാക്സിൻ എടുക്കണതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കരയരുത്, കരയാതിരുന്ന് കഴിഞ്ഞാൽ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നല്ല രസമല്ലേ? ഇങ്ങനെ പല നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ ഇറങ്ങുമ്പോൾ തന്നെ പല കളറുള്ള കോട്ട്, പല ഡിസൈനൊക്കെ ഉള്ള കോട്ടൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിനെ പറ്റിയൊക്കെ. എന്റെ ഫോണിൽ നിങ്ങക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഈ വയലറ്റ് ഒരു ഡോട്ടഡ് ആണ്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള റെയിൻകോട്ട്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി കൂടുതൽ കാണാൻ പറ്റില്ല ഇതേട്ടാ. സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പളേ എനിക്കും മേടിക്കണം കേട്ടോ ഒരു റെയിൻകോട്ട്. എന്റെ റെയിൻകോട്ട് കഴിഞ്ഞ കൊല്ലത്തേക്ക് കീറിപ്പോയി. എടപ്പള്ളി ചേരാനല്ലൂർ എത്തിയപ്പോഴത്തേക്കും നല്ല വെയിലിട്ട്. ഇത്രയും നേരം നല്ല മഴയൊക്കെ ആയിരുന്നു. ഇവിടെ നല്ല വെയില്. ഇവിടെ മഴ പെയ്തില്ലേ, റോഡൊക്കെ കണ്ടിട്ട് നനഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ മൂകാംബികയുടെ അവിടെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഇവിടെ വെയിലാണ് കേട്ടോ. പിന്നെ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ അടുത്തുള്ള ഐഷ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. ലച്ചു നെയ് റോസ്റ്റ് പറഞ്ഞു, ഞാൻ ദോശ പറഞ്ഞു, തട്ടുദോശ. സേതുവേട്ട പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പം അതേ ഫുഡിന് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. കഴിച്ചു സേതുവേട്ട കേട്ടോ ആദ്യം വന്നത്, പുട്ടും പൊട്ടക്കറി. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് വന്നത്. അപ്പോൾ എന്താ പറയുക, അടിപൊളിയായിരുന്നു. പുട്ടും പൊട്ടക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സേതുവേട്ടൻ പറയണ്ടായി, വലിയ സ്പൈസി ഒന്നും അല്ലായിരുന്നു എന്ന് പറഞ്ഞ് സേതുവേട്ടനോട് ഞാൻ പറഞ്ഞ് കഴിക്കാൻ തുടങ്ങിക്കോ എന്നിട്ടുണ്ടായി. എല്ലാവർക്കും നന്നായിട്ട് വിശക്കണം ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് മുട്ട റോസ്റ്റ്? എങ്ങനെയുണ്ട്? എരിവുണ്ടോ? അങ്ങനെ എന്റെ തട്ടുദോശ വന്നിട്ടുണ്ട്, ലച്ചുവിന്റെ നെയ് റോസ്റ്റ് വന്നിട്ടുണ്ടായി. ലച്ചുവിനോട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് വെച്ചപ്പോൾ ലച്ചു അത് കഴിച്ചപ്പോൾ തന്നെ പറഞ്ഞു, അമ്മയെ ഭയങ്കര പുളിയാണെന്ന് പറഞ്ഞു കേട്ടോ. ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്കും അത് തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്ത്. ദോശ നല്ല സോഫ്റ്റ് ആയിരുന്നെങ്കിലും നല്ല പുളിയായിരുന്നു. പിന്നെ ഒരു ചായ പറഞ്ഞിട്ടുണ്ടായി, സേതന് ഒരു കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലച്ചുവിനൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ലച്ചു ചായയും കോഫിയും ഒന്നും കഴിക്കാറില്ല. അപ്പം അത് ഏതായാലും വിശന്നിരിക്കണോണ്ട് അത് മുഴുവനും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ വടയും കൂടി പറഞ്ഞിട്ടുണ്ടായിട്ടോ. ലച്ചു നെയ് റോസ്റ്റ് കഴിച്ചില്ല, വടയും കഴിച്ചില്ല. ലാസ്റ്റ് ഞാൻ സേതുവിന്റെ ഗ്രേവി ഇരിക്കുന്നുണ്ടായി മുട്ടക്കറിയുടെ, അത് കുട്ടിയാണ് കേട്ടോ. പിന്നെ ദോശ കഴിച്ചത് അത് കുട്ടി കഴിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അത് വേഗം ഫിനിഷ് ആക്കി ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്.
പിന്നെ നമ്മൾ വീട്ടിൽ പോയി റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ലച്ചുവിന്റെ യൂണിഫോം അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായി. വാലിയിൽ തന്നെ ഒരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ കൊടുത്തത്, ഒബ്രോൺ മോളിലാണ് കൊടുത്തത്. ഞങ്ങളിങ്ങനെ വെറുതെ ഒബ്രോൺ മോളിൽ ഇങ്ങനെ നടന്നപ്പോൾ കഴിഞ്ഞ മാസം ഇതുപോലെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് ഈ ഷോപ്പ് കണ്ടത്. അപ്പൊ അവരോട് കയറി ചോദിച്ചപ്പോഴത്തേക്ക് അവർ സ്റ്റിച്ച് ചെയ്ത് തരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അവർ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ കളക്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, കുട്ടികൾക്കുള്ള സോക്സ്, അങ്ങനെ പല പല സ്കൂളിലേക്കുള്ള ഒരുപാട് യൂണിഫോം ഒക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് യൂണിഫോം വാങ്ങിയിട്ട് പോവാം. ആരെങ്കിലും ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അതേ പല പല പിന്നെ സോക്സ് ഉണ്ട്, ബെൽറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാം മിക്ക സ്കൂളിന്റെ യൂണിഫോമിന്റെ ഡിസ്പ്ലേ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവരൊന്ന് ചെക്ക് ചെയ്തിട്ട് തരാന്ന് പറഞ്ഞ് നമ്മളവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഈ പ്രാവശ്യം ലച്ചൊരു വാങ്ങണില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ബെൽറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യൂണിഫോം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇനി എന്തെങ്കിലും കൂടെ കഴിച്ചിട്ട് വേണം നമുക്കിനി വീട്ടിലേക്ക് പോകാനായിട്ട് കേട്ടോ. അങ്ങനെ യൂണിഫോം ഒക്കെ കിട്ടി പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ലച്ചുവിന്റെ ഒരു ക്ലാസ് ടീച്ചറെ കണ്ടിട്ടുണ്ടായി. 4th സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുന്ന ഒരു മിസ്സിനെ കണ്ടിട്ടുണ്ടായി കേട്ടോ. പിന്നെ കുറച്ചു നേരം മിസ്സിനോട് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ കയറിയത്. അപ്പൊ അത് ഈ കാണിക്കണം എന്താന്ന് വെച്ചാൽ നമ്മളൊരു റീൽസ് എടുക്കാനായിട്ട് അതിന്റെ ഒരു പ്രാക്ടീസിങ് ആയിരുന്നു. അപ്പൊ സേതോട്ട് എനിക്ക് പറഞ്ഞു തരികയാണ് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ റീല് ഞാൻ ഇട്ടിട്ടുണ്ട്. അതും കൂടെ എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ. ഞാൻ ലച്ചു പറഞ്ഞത് ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ. സേതോട്ടൻ ഒരു കുബൂസും ചിക്കനും അങ്ങനെ എന്തോ ഒരു ഇതാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. അതിൽ ആ കുബൂസൊക്കെ ഭയങ്കര മരം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ മയണൈസ് സോസും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലോഡഡ് ഫ്രൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. ലച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ് ലോഡഡ് ഫ്രൈസ്. പിന്നെ നമ്മള് റിലയൻസിലൊന്ന് കേറിയിട്ടുണ്ടായി. കുറച്ച് സ്നാക്സ് എന്തെങ്കിലും വാങ്ങാന്ന് പറഞ്ഞാൽ അവിടെ കേറിയിട്ടുണ്ടായി കേട്ടോ. നീ ഒരു അങ്ങനെ ദേ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളിനി തിരിച്ചു പോവുകയാണ് കേട്ടോ. ലച്ചുവിന് നല്ലൊരു ബാഗൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലച്ചുവിന് ഭയങ്കര ഹാപ്പി. മണം ഉണ്ടായത് 200 റുപ്പീസ് ഉള്ളൂ കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ.